ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡാറ്റ ടാബിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന മെനുവിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യണം. സോ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് നേരെ ടാബിലേക്ക് പോവാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ദ ഫംഗ്ഷൻ കീ വിച്ച് അലൗസ് യു ടു ചെക്ക് സ്പെല്ലിംഗ് ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ്. അപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിലെ ഈ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചെക്കിംഗ്, സ്പെല്ലിംഗ്, ഗ്രാമർ എന്നൊക്കെ പറഞ്ഞാൽ റിവ്യൂ ടാബിന് കീഴിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡാറ്റ ടാബിനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ടാബുകളും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. റിവ്യൂ ടാബ്, പേജ് സെറ്റപ്പ് ടാബൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് എക്സലായാലും വേർഡിലായാലും നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിനകത്ത് വരുന്ന വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഓപ്ഷൻ എ F7, ഓപ്ഷൻ ബി F2, ഓപ്ഷൻ സി F1, ഓപ്ഷൻ ഡി F12. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ F7 ആണ് കേട്ടോ. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനായി, സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ ചെക്ക് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് F7 ആണ് കേട്ടോ. F7. അതുപോലെ തന്നെ ഷിഫ്റ്റ് F7 അമർത്തി കഴിഞ്ഞാൽ തെസാറസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കും. തെസാറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനോണിംസും ആന്റോണിംസും കണ്ടുപിടിക്കുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ F7 ആണ് സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ഓപ്ഷൻസിനകത്ത് F2 ഉണ്ട്, F1 ഉണ്ട്, F12 ഉണ്ട്. അതിൽ ഈ F2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? F2 എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെല്ല് ആക്റ്റീവ് ആണെങ്കിൽ ആ സെല്ലിനകത്ത് കേഴ്സർ ലൈൻ കൊണ്ടുവെക്കുവാൻ, കേഴ്സർ ലൈൻ എനേബിൾ ആക്കി എഡിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ടാണ് F2 എന്ന് പറയുന്നത് കേട്ടോ. ഒരു സെല്ല് ആക്റ്റീവായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫീൽഡിനകത്ത് കർസർ ലൈൻ കൊണ്ട് വെക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ഒരു കീ ആണ് F2 എന്ന് പറയുന്നത്. F2 കീ അമർത്തുമ്പോഴത്തേക്ക് സെലക്ടഡ് സെല്ലിനകത്ത് കർസർ ലൈൻ ബ്ലിങ്ക് ചെയ്യും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാം. ദെൻ F1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഹെൽപ്പ് മെനു ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് F1 എന്ന് പറയുന്നത്. ദെൻ F12 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സേവാസ് ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് F12 എന്ന് പറയുന്നത്. സേവ് ചെയ്യാനാണെങ്കിൽ Ctrl+S മതി. സേവ് അസ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? സേവ് അസ് ആണെങ്കിൽ നമ്മൾ F12 ആണ് നൽകേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. In Excel 2007, which function allows you to repeat the column and row headings at the beginning of each new page? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സലിലെ ഓരോ കോളത്തിലെയും റോയിലും കിടക്കുന്ന ടൈറ്റിൽസ് നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ടൈറ്റിൽ നമ്മൾ ഒരു 5 പേജ് പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ പേജിൽ മാത്രമേ ടൈറ്റിൽ കാണുകയുള്ളൂ. രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ പേജിൽ ടൈറ്റിൽ കാണാൻ പറ്റത്തില്ല. ഓൺലി ആ ടേബിളും ബാക്കിയുള്ള ഡാറ്റകളും മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് എല്ലാ പേജിലും ആ ടൈറ്റിൽ കോമൺ ആയിട്ട് പ്രിൻ്റായി വരണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രിന്റ് ഹെഡർ ആണോ? ഓപ്ഷൻ ബി പ്രിന്റ് ടൈറ്റിൽസ് ആണോ? ഓപ്ഷൻ സി ചാർട്ട് ടൈറ്റിൽസ് ആണോ? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രിന്റ് ടൈറ്റിൽസ് ആണ് കേട്ടോ. പ്രിന്റ് ടൈറ്റിൽസ് ആണ് കറക്റ്റ് ആൻസർ. പ്രിന്റ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ എല്ലാ ഒരു പർട്ടിക്കുലർ ഡാറ്റ ഷീറ്റിനെ, ഒരു പർട്ടിക്കുലർ എക്സൽ ഷീറ്റിനെ നമ്മൾ പ്രിൻ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു 5-6 പേജ് ഉണ്ടെങ്കിൽ ആ എല്ലാ പേജുകളിലും ആ ഒരു ടൈറ്റിൽ കോമൺ ആയിട്ട് ഇങ്ങനെ മുകളിൽ പ്രിൻ്റായി കിടക്കും. അല്ലാത്ത പക്ഷം ഫസ്റ്റ് പേജിൽ മാത്രമേ ടൈറ്റിൽ കാണുകയുള്ളൂ, പിന്നീട് വരുന്ന പേജുകളിലൊന്നും ടൈറ്റിൽ കാണില്ല. അപ്പോൾ എന്തുമായിട്ട് കറസ്പോണ്ടിങ് ആയി കിടക്കുന്ന ഡാറ്റയാണ് എന്നുള്ളത് അത് വായിക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following option is not present in page setup dialog box? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്ത് പ്രസന്റ് അല്ലാത്ത ഒരു ഓപ്ഷൻ ഏതാണ്? പേജ് ഓറിയന്റേഷൻ ആണോ? പേജ് മാർജിൻ ആണോ? ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് ആണോ? പേജ് ബ്രേക്ക് വ്യൂ ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെ കാണാൻ സാധിക്കില്ല? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്ത് എക്സലിൽ കാണാൻ സാധിക്കില്ല. ബാക്കി പറയുന്ന ഈ പേജ് ഓറിയന്റേഷനും പേജ് മാർജിനും ഹെഡേഴ്സ് ആൻഡ് ഫോട്ടോസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the term used to arrange data according to given criteria in MS Excel? MS Excelൽ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റാസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ടേം എന്താണ് എന്നുള്ളതാണ് ചോദ്യം.
ഫിൽട്ടർ ആണോ, സോർട്ടിംഗ് ആണോ, ഫോർമാറ്റിംഗ് ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കറക്റ്റ് ആൻസർ വന്നിട്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അതായത് ഫിൽട്ടറിംഗ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫിൽട്ടറിംഗ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഗിവൻ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ ഇവിടെ നമുക്ക് ഈ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ്, സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ സാധിച്ചാൽ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാൻ സാധിച്ചാൽ സോർട്ടിംഗ് എന്ന് ആൻസർ പറയാമായിരുന്നു. ഇവിടെ അക്കോർഡിംഗ് ടു ഗിവൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗിവൻ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫിൽട്ടറിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇനി നമുക്ക് ഡാറ്റ ടാബുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ് ഡാറ്റ ടാബ്, എന്തിനാണ് ഡാറ്റ ടാബ്, ഡാറ്റ ടാബിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഡാറ്റ ടാബിനകത്ത് പ്രധാനമായിട്ടും 5 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഡാറ്റ ടാബിനകത്ത് പ്രധാനമായും 5 ഗ്രൂപ്പുകളാണുള്ളത്. 1 ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ, 2 കണക്ഷൻസ്, 3 സോർട്ട് ആൻഡ് ഫിൽറ്റർ, 4 ഡാറ്റ ടൂൾസ്, 5 ഔട്ട്ലൈന്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാമിന് കൂടുതലും ഈ സോർട്ട് ആൻഡ് ഫിൽറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ബാക്കി പറയുന്ന കണക്ഷൻസ്, എക്സ്റ്റേണൽ ഡാറ്റ, അതൊക്കെ വളരെ അഡ്വാൻസ്ഡ് എക്സൽ ഡാറ്റ അനാലിസിസ് പോലുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ സിലബസ് ആവശ്യപ്പെടുന്നില്ല, നമ്മുടെ പരീക്ഷ ആവശ്യപ്പെടുന്നില്ല. സോ ഇവിടെ സോർട്ട് ആൻഡ് ഫിൽറ്ററൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. എന്നിരുന്നാൽ പോലും ഇവ ഓരോന്നും ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പഠിച്ച് പോവാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയുവാനായിട്ട് അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇപ്പോൾ ഇതൊന്നും അങ്ങനെ കൂടുതലായിട്ട് ചോദിക്കാനായിട്ട് സിലബസിൽ പറഞ്ഞിട്ടില്ല. ഗെറ്റിംഗ് എക്സ്റ്റേണൽ ഡാറ്റ, കണക്ഷൻസ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്നും കണക്ഷൻസ് എന്നും സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നും ഡാറ്റ ടൂൾസ് എന്നും ഔട്ട്ലൈൻ എന്നും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ ടാബിനകത്ത് വരുന്ന ആദ്യത്തെ ഒരു ഗ്രൂപ്പാണ്. അവിടെ എന്തിനാണ് ഈ ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ ഗ്രൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും എക്സലിലേക്ക് ഡാറ്റയെ ഇമ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്തെന്ന് പറയുന്നത് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഒരു CSV ഫയലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ നിന്നോ ഡാറ്റാ ബേസിൽ നിന്നോ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഫയലായിരിക്കും, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഡാറ്റകളെ നമ്മുടെ എക്സലിനുള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുവാനായി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാം, അപ്പോൾ CSV എന്ന് പറഞ്ഞാൽ എന്താണ്? CSV ഫയൽ കോമ സെപ്പറേറ്റഡ് വാല്യൂ കേട്ടോ. കോമ സെപ്പറേറ്റഡ് വാല്യൂ ടെക്സ്റ്റ് ഫയലായിട്ടാണ് കാണാൻ സാധിക്കുക. അത്തരമൊരു ഫയലിനെ നമുക്ക് നമ്മുടെ എക്സലിനകത്ത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ പോയി ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയി എന്ത് ചെയ്യുക, അതിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പുറമേ ഉള്ള ഫയലുകളെ, എക്സൽ ഫയൽ അല്ലാത്ത മറ്റ് ഫയലുകളെ എക്സലിനുള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ദെൻ രണ്ടാമത്തത് കണക്ഷൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ കണക്ഷൻസ് ഗ്രൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എക്സലും മറ്റ് ഡാറ്റ സോഴ്സസും തമ്മിലുള്ള കണക്ഷൻസിനെ മാനേജ് ചെയ്യുക, അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കണക്ഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു SQL സെർവർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ആക്സസ് പോലുള്ള ഡാറ്റാ ബേസുകളുമായിട്ട് എക്സലിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് കിടക്കുന്ന ഡാറ്റ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ആ ഒരു കണക്ഷൻ മാനേജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കണക്ഷൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാനേജേഴ്സ് കണക്ഷൻസ് ബിറ്റ്വീൻ എക്സൽ ആൻഡ് അതർ ഡാറ്റ സോഴ്സസ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം, അതർ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സസ് എന്ന് എന്ത് ചെയ്യാൻ പറയാം. നിങ്ങൾ അത്രയും പഠിച്ചിരുന്നാലും മതി, കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല, അവിടെ അത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. ദെൻ പിന്നീട് വരുന്നത് എന്താണ്? സോർട്ട് ആൻഡ് ഫിൽട്ടർ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോർട്ട് ആൻഡ് ഫിൽട്ടർ അത് നമുക്ക് കുറച്ച് നന്നായിട്ട് പഠിക്കണം. സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് സോർട്ടും ഫിൽട്ടറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം ഫിൽട്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ യൂസ്ഡ് ടു സെപ്പറേറ്റ് വാല്യൂസ് ഇൻ സെലക്റ്റഡ് ഡാറ്റ റേഞ്ച് ഇൻ ടു കാറ്റഗറീസ്. വേറെ ഒന്നുമല്ല, ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് മാത്രം വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതിനെയാണ് ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. ഫിൽട്ടറിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് എന്തെന്ന് പറയുന്നത്
കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറയുന്നത് കേട്ടോ. കൺട്രോൾ ഷിഫ്റ്റ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിങ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ്. അടുത്ത പോയിന്റ്, ഫങ്ഷൻസ് യൂസ്ഡ് ടു സോർട്ട് ഓൺലി എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ഡാറ്റ ഫ്രം വേരിയസ് ഡാറ്റ ഇൻ വർക്ക് ബുക്ക്. ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, ടെക്സ്റ്റ് ഫിൽറ്റേഴ്സ്, നമ്പർ ഫിൽറ്റേഴ്സ്, ഡേറ്റ് ഫിൽറ്റേഴ്സ്. ഇത്രയും തരത്തിലുള്ള ഫിൽറ്റേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ എക്സൽ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് സോർട്ട് ആൻഡ് ഫിൽറ്ററിങ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ചെയ്യേണ്ടത്. ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് 2007 ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് 2007 അല്ല എന്നും പറഞ്ഞിട്ട് പ്രശ്നമില്ല. 2007 നമ്മുടെ ഇതിലും വലിയ വ്യത്യാസമില്ല. സെയിം തന്നെയാണ് കേട്ടോ. സോർട്ടും ഫിൽറ്ററും ഒക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ആദ്യം ഇവിടെ എനിക്ക് ഫിൽറ്ററിങ് ചെയ്യണം. ഫിൽറ്ററിങ് ചെയ്യുവാനായിട്ട് ഞാനിവിടെ ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്ന ഒരു കോളം ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെ TVM, KLM, PTA, ALP, KTM. ഇപ്പോൾ കുറച്ച് ജില്ലകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് വൃത്തിയാക്കി ആക്കാം കേട്ടോ. നമ്മൾ കോളമൊക്കെ വരയ്ക്കുമ്പോൾ ഒന്ന് വൃത്തിയാക്കി ബോർഡറൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാണ്. പിന്നെ ഫിൽ കളർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുകയാണ്? ഫിൽട്ടർ ചെയ്യുക. എനിക്ക് തിരുവനന്തപുരം ജില്ല മാത്രം കണ്ടാൽ മതി. തിരുവനന്തപുരം ജില്ല മാത്രം കണ്ടാൽ മതി. ദെൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റർ കോളം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽട്ടറിങ് എടുക്കണം. ഫിൽട്ടറിങ് എടുക്കുവാനായിട്ട് നമ്മുടെ ഹോം ടാബിനകത്ത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേറ്റ ടാബിൽ പോയി കഴിഞ്ഞാൽ അവിടെയും സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കാണാൻ സാധിക്കും. രണ്ട് സ്ഥലത്ത് നിന്ന് എടുത്താലും സെയിം തന്നെയാണ്. രണ്ട് സ്ഥലത്ത് കിടക്കുന്നു എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന ടാബിനകത്ത് ഫിൽട്ടർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണ്. കൺട്രോൾ ഷിഫ്റ്റ് എല്ലാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഡൗൺ ആരോ വന്നു. ഈ കോളത്തിൻ്റെ ടൈറ്റിലിൻ്റെ ഭാഗത്തായിട്ടൊരു ഡൗൺ ആരോ വന്നു. ഈ ഡൗൺ ആരോ വന്നു കഴിഞ്ഞാൽ അവിടെ ഫിൽട്ടറിങ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് തിരുവനന്തപുരം മാത്രം കണ്ടാൽ മതി. സോ ഇവിടെ സെലക്ട് ആളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ഡിസേബിൾ ആവും. ഞാൻ അവിടെ TVM മാത്രം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, എനിക്കിവിടെ തിരുവനന്തപുരം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതാണ് ഫിൽട്ടറിങ്. നമുക്കൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട് ഡാറ്റാസിന് എന്ത് ചെയ്യാൻ പറ്റും? വ്യൂ ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്ത് കാണുവാൻ സാധിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഫിൽട്ടറിങ് എന്ന് പറയാം. ഇതിന് എനിക്ക് ട്രിവാൻഡ്രത്തോടൊപ്പം ആലപ്പുഴയും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ALP കൂടി എന്ത് ചെയ്യുന്നു? ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തോടൊപ്പം എനിക്ക് എന്തും കാണാൻ സാധിച്ചു? ആലപ്പുഴയും കാണാൻ സാധിച്ചു. എഗെയിൻ വീണ്ടും പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് സെലക്ട് ആളിൽ ഒന്നുകൂടെ ക്ലിക്ക് അടിക്കുക. എല്ലാത്തിലും ടിക്ക് മാർക്ക് വരും. ഓക്കെ കൊടുക്കുക. വീണ്ടും എന്തായി? പഴയതുപോലെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോളത്തിനകത്ത് നമ്മൾ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ ഫസ്റ്റ് സെല്ലിൽ എന്ത് വരും? ആ ഒരു ഡൗൺ ആരോ വരും. ആ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്രൈറ്റീരിയാസ്, എനിക്ക് ആലപ്പുഴ ഡിസേബിൾ ചെയ്യാം, കൊല്ലം ഡിസേബിൾ ചെയ്യാം, തിരുവനന്തപുരം, പത്തനംതിട്ടയും കോട്ടയം മാത്രം മതിയെങ്കിൽ ഓക്കെ കൊടുക്കുക. നമ്മൾ ഫിൽട്ടർ ഇട്ട് ഒരു ക്രൈറ്റീരിയ കൊടുത്ത് ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഫണലിൻ്റെ സിമ്പിളായിരിക്കും എന്ത് ചെയ്യാൻ സാധിക്കുക? കാണാനായിട്ട് സാധിക്കുക. ഒരു ഫണലിൻ്റെ സിമ്പിൾ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് മനസ്സിലാക്കുക. ഇതാണ് ഫിൽട്ടറിങ്. ക്ലീൻ ആയല്ലോ? മനസ്സിലായല്ലോ? ഫിൽട്ടറിങ് നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹോം ടാബിനകത്ത് പോയി കഴിഞ്ഞാലോ അവിടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും ഫിൽട്ടറിങ്ങിനകത്ത് കിടക്കുന്ന ഓപ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ദെൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫിൽട്ടറിങ് എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പഴയപടി ആക്കി മാറ്റുവാൻ സാധിക്കും. ഇതാണ് ഫിൽട്ടറിങ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നമുക്ക് സോർട്ടിങ് നോക്കാം. 10 നമ്പറുണ്ട്. ഞാനിതിനെ സോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത്രയും നമ്പേഴ്സ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം സോർട്ട് പോവുക. സോർട്ടിൽ പോയിട്ട് അവിടെ ഇപ്പോൾ കിടക്കുന്നത് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിനെ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടോ 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ആ ഒരു ഓർഡറിൽ വന്നു.
ഇതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ലാർജസ്റ്റ് സ്മാളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നീ ഓർഡറുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആൽഫബറ്റ്സിനെയോ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളെയൊക്കെ ആൽഫബറ്റിക് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം, സോർട്ടിംഗ് എന്ന് എന്ത് ചെയ്യാം പറയാം കേട്ടോ. സോർട്ടിംഗ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടാബാണ് ഡാറ്റ ടൂൾസ് എന്ന് പറയുന്നത്. ഡാറ്റ ടൂൾസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചില കമാൻഡ്സ് ആണ് ടെക്സ്റ്റ് ടു കോളംസ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, ഡാറ്റ വാലിഡേഷൻ, വാട്ട് ഇഫ് അനാലിസിസ്, കൺസോൾഡേറ്റ്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സെല്ലിൽ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റുകളെ ഡയറക്റ്റായിട്ട് കോളമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ടു കോളംസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇന്ത്യ, കേരള, തൊട്ട് താഴെ അറ്റ്ലാന്റ, USA, ഷാർജ, UAE ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ടെക്സ്റ്റ് ടു കോളംസ് ചെയ്യുവാനായിട്ട് നമ്മളിവിടെ ഒരു കോളത്തിനകത്ത് എന്താണ്, നമ്മൾ കുറച്ച് വാല്യൂസ്, കുറച്ച് ടെക്സ്റ്റ് ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ, കേരള, അറ്റ്ലാന്റോ, USA, ഷാർജ, UAE ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ആ ഒരു എൻ്റെ കോളം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ ടാബിൽ ഡേറ്റ ടൂൾസിൽ ടെക്സ്റ്റ് ടു കോളംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മൾ ഒരു കോളത്തിനകത്ത് ഒരു സിംഗിൾ കോളത്തിനകത്ത് കിടക്കുന്ന സെല്ലുകളിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്ത് വ്യത്യസ്ത കോളമാക്കി മാറ്റാൻ സാധിക്കണം. ഇവിടെ ഞാൻ കോമ ഇട്ടാണ് ടെക്സ്റ്റുകളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോമയ്ക്ക് രണ്ട് വശത്തുമായി കിടക്കുന്ന ടെക്സ്റ്റുകളെ വ്യത്യസ്ത കോളത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. അതാണ് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്നത്. സോ ടെക്സ്റ്റ് ടു കോളംസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഒരു സിംഗിൾ കോളം എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കോളമാക്കി മാറ്റുന്നു. അവിടെ ബൈ ഡിഫോൾട്ടായിട്ട് ഡീലിമിറ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് എനാബിളായി കിടക്കുന്നത്. അവിടെ ക്യാരക്ടർ സച്ചസ് കോമാസ് ഓർ ടാപ്പ് സെപ്പറേറ്റ് ഈച്ച് ഫീൽഡ്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ടാബ്, സെമികോളൻ, കോമ, സ്പേസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത് ടാബ് സ്പേസ് വന്നിരിക്കുന്ന രണ്ട് ടെക്സ്റ്റിനെ അല്ല, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ടെക്സ്റ്റിനെയാണ്. സോ കോമ മാത്രം ഞാനിവിടെ എനേബിളാക്കി കൊടുത്തു. തൊട്ട് താഴെ തന്നെ ഡേറ്റ പ്രിവ്യൂ കാണാൻ സാധിക്കും കേട്ടോ. ഇന്ത്യ, കേരള, അറ്റ്ലാന്റ, USA ഈ ഒരു രീതിയിലായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ, ഞാൻ കോമ കൊടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന വാല്യൂസ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ രണ്ട് സെപ്പറേറ്റ് കോളംസിനുള്ളിലേക്ക് മാറി. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. നമ്മുടെ സിംഗിൾ കോളത്തിനകത്ത് കിടക്കുന്ന വാല്യൂസിനെ ചിലപ്പോൾ കോമയിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ സെമി കോളമിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ ടാബ് സ്പേസ് അടിച്ചായിരിക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത കോളത്തിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ടെക്സ്റ്റ് ടു കോളംസ് എന്ന് പറയുന്നത്. ഈ കണ്ട കാര്യം ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കേണ്ടത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോളത്തിനകത്ത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരും അല്ലേ. ഒരു സെയിം വാല്യൂ തന്നെ എഗെയിൻ ആൻഡ് എഗെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ എടുത്ത് കളയുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഒരു കോളത്തിനകത്ത് വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ, ഇപ്പോൾ കേരള എന്ന് പറയുന്ന ആ ഒരു സെയിം ടെക്സ്റ്റ് തന്നെ 3-4 സ്ഥലത്ത് ആ കോളത്തിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്ത് ആ ഡ്യൂപ്ലിക്കേഷൻ വന്ന വാല്യൂസിനെ എടുത്ത് കളയാൻ പറ്റും. അതാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു ക്യാപ്ഷനിൽ നിന്ന്, ടൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ഡാറ്റ വാലിഡേഷൻ ആണ്. ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ്സ് ഇൻവാലിഡ് ഡാറ്റ ഫ്രം ബീയിങ് എൻറ്റേർഡ് ഇൻ ടു എ സെൽ. ഒരു സെല്ലിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടുള്ള ടെക്സ്റ്റ് മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. അങ്ങനെ ഒരു റൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടും. അതിനെയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. നോർമലി ഒരു സെല്ലിനകത്ത് നമുക്ക് തോന്നുന്ന എന്ത് വാല്യൂസ് വേണമെങ്കിലും, എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. പക്ഷേ ഒരു സെല്ലിൽ ഡാറ്റ വാലിഡേഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റുകളും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു സെല്ലിനകത്ത് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാല്യൂസ് മാത്രമേ ടൈപ്പ് ചെയ്യാൻ
പാടുള്ളൂ, അല്ലെങ്കിൽ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയാവൂ. ഒരു സെല്ലിനകത്ത് നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ പോയി ഞാൻ സാധാരണ ക്യാരക്ടർ ടെക്സ്റ്റുകൾ ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, എറർ കാണിക്കും കേട്ടോ. അപ്പോൾ പ്രിവെൻറ്റ്സ് ഇൻവാലിഡ് ഡാറ്റ ഫ്രം ബീങ് എൻറ്റേർഡ് ഇൻ ടു എ സെല്ല്. അപ്പോൾ ഡാറ്റ വാലിഡേഷൻ്റെ ഒരു എന്താ പറയേണ്ടത് വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്കപ്പോൾ കാര്യം മനസ്സിലാവും എന്താണ് എന്നുള്ളത് കേട്ടോ. ഇതൊരു പർട്ടിക്കുലർ സെല്ലാണ്. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ആ സെല്ലിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ, അറ്റ്ലാന്റ, ഷാർജ ഈ 3 വാല്യൂസ് മാത്രമേ കാണുവാൻ പാടുള്ളൂ. വേറെ ഒരു വാല്യൂസും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയരുത്. വേറെ ഒരു ടെക്സ്റ്റും അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയരുത്. ഈ 3 ഓപ്ഷൻസ് മാത്രമേ അവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയാവൂ. അങ്ങനെ ഒരു റൂള്, ഒരു ഡാറ്റ വാലിഡേഷൻ ഞാനിതാ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന ടാബിൽ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അഗെയിൻ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഒരു വിൻഡോ വന്നു. നേരത്തെ നിങ്ങളുടെ PPTയിൽ കണ്ട ആ വിൻഡോ ഇവിടെ വന്നു. ആ വിൻഡോയിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ, സെറ്റിങ്സ് എന്ന് പറയുന്ന ടാബിൽ വാലിഡേഷൻ ക്രൈറ്റീരിയ ചോദിച്ചിട്ടുണ്ട്. അവിടെ എനി വാല്യൂ മാറ്റിയിട്ട് ഞാൻ ലിസ്റ്റ് ആക്കാൻ പോവുകയാണ്. ലിസ്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഈ 3 വാല്യൂസ് മാത്രമേ ഈ സെല്ലിനകത്ത് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. സോ ഇവിടെ സോഴ്സ് എടുത്തിട്ട് ഈ കാണുന്ന 3 വാല്യൂസ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നു. ദെൻ ഓക്കെ കൊടുത്തു. ദെൻ ഇവിടെ ഒരു ഡൗൺ ആരോ വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ, അറ്റ്ലാന്റ, ഷാർജ എന്നീ പറയുന്ന 3 വാല്യൂസ് മാത്രമേ അവിടെ ഉള്ളൂ. ആ 3 വാല്യൂസ് അല്ലെങ്കിൽ 3 ടെക്സ്റ്റുകൾ മാത്രമേ ആ സെല്ലിനകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒന്നും തന്നെ അവിടെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡാറ്റ വാലിഡേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും തന്നെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ടൈപ്പ് ചെയ്താലും എന്ത് ചെയ്യില്ല, വർക്കാവില്ല. അതായത് ഇതേപോലുള്ള എറർ മെസ്സേജ് വരും. ദ വാല്യൂ ഡസ് നോട്ട് മാച്ച് ദ ഡാറ്റ വാലിഡേഷൻ റെസ്ട്രിക്ഷൻസ് ഡിഫൈൻഡ് ഫോർ ദി സെൽ എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇതാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.